ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ വൺ ക്വസ്റ്റ്യൻ, ഫാറ്റ് ലോസ് ആണോ ചെയ്യുന്നത് അതോ നിങ്ങളുടെ ബോഡി നിങ്ങൾ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോവാണോ ചെയ്യുന്നത്? സ്കെയിൽ വെയിറ്റ് കുറയുന്നത് മാത്രമല്ല സക്സസ്, ഹൗ യു ലൂസ് വെയിറ്റ് മാറ്റേഴ്സ്. ചിലർ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് 7 to 10 ഡേയ്സിനുള്ളിൽ ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് പ്രതീക്ഷിക്കും. സോ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു മീൽ സ്കിപ്പ് ചെയ്യും, ലോ കാലറി എടുക്കും, ഡീടോക്സ് മാത്രം, ഓൾമോസ്റ്റ് മീലും സ്റ്റോപ്പ് ചെയ്യും. സോ നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ക്രാഷ് ഡയറ്റിംഗ്. എന്താണ് ക്രാഷ് ഡയറ്റിംഗ്? ക്രാഷ് ഡയറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കാതെ എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷനെയാണ് നമ്മൾ ക്രാഷ് ഡയറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മീൽ സ്കിപ്പ് ചെയ്യുക, കാലറി കുറവായിട്ടുള്ള ഫുഡ് കഴിക്കുക, ജ്യൂസസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, നോ പ്രോട്ടീൻ ഇൻടേക്ക്, പ്രോട്ടീൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് എക്സസൈസും ചെയ്യും, അണ്ടർ ഈറ്റിംഗ്. നമുക്ക് ഇങ്ങനെ ഈ ഡയറ്റ് ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിരിക്കും. കാരണം വാട്ടർ വെയിറ്റും മസിൽ ലോസും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഫാറ്റ് ലോസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ക്രാഷ് ഡയറ്റ് എടുക്കുമ്പോൾ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്താണ്? ബോഡി വളരെ സ്മാർട്ടാണ്. സഡൻ സ്റ്റാർവേഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സ്റ്റാർവേഷൻ മോഡിലേക്ക് ബോഡി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും അതിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യാം, ഹെയർ ഫോൾ ഫീൽ ചെയ്യാം, മൂഡ് സ്വിങ്സ്, മസിൽ ലോസ്, നമ്മുടെ ക്രേവിങ്സ് ഒക്കെ ഉള്ള ഫുഡിനോടുള്ള ക്രേവിങ്സ് ഒക്കെ കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റിൽ കുറേ കാലം നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഈ ക്ഷീണം, ബാക്കിയുള്ള മൂഡ് സ്വിങ്സ് ഇതൊക്കെ കാരണം തന്നെ നമ്മൾ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് പോകാനും വീണ്ടും നമ്മുടെ വെയിറ്റ് ഗെയിൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഈ ഡയറ്റിൽ സ്റ്റിക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് നിങ്ങൾക്ക് ബോറിങ് പോലെ തോന്നാം, പക്ഷേ സസ്റ്റൈനബിൾ ആണ്. അതായത് നമ്മൾ ഇനഫായിട്ടുള്ള പ്രോട്ടീൻ എടുക്കുക, ഫൈബർ റിച്ച് ഫുഡ്, സ്ലീപ്പും സ്ട്രെസ് മാനേജ്മെൻറ്റും, അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്, ഇതൊക്കെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഗോൾ ഷുഡ് ബി ഫാറ്റ് ലോസ് വൈൽ പ്രൊട്ടക്റ്റിംഗ് മസിൽ ലോസ് ആൻഡ് ഓവറോൾ ഹെൽത്ത്. ഫാസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ബോഡിക്ക് എപ്പോഴും ഹെൽത്തി അല്ല. സ്ലോ ആയാലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് കുറച്ചും കൂടി നമ്മുടെ ബോഡിക്ക് ഹെൽത്ത്